ഫാരീസ് അബൂബക്കർ എന്ന് പറയുന്ന ആള് പിണറായിയുടെ ഏറ്റവും വലിയ കയ്യാളാണ് എന്നുള്ളത് ഞാൻ നേരത്തെ എൻ്റെ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചു. ആ ഫാരീസ് അബൂബക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാരീസ് അബൂബക്കറിൻ്റെ വീട്ടിലും ഓഫീസിലും മാത്രമല്ല അയാളുമായി ഇടപാട് നടത്തുന്ന 70 സ്ഥലങ്ങളിൽ സമാന്തരമായി ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫാരീസ് അബൂബക്കറുമായി ഇടപാട് നടത്തിയിട്ടുള്ളവർ, അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിറ്റി ഉണ്ടല്ലോ, അവിടെയും റെയ്ഡ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റെയ്ഡിൽ ശോഭ ഡെവലപ്പേഴ്സ്, ആ റെയ്ഡിൽ CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നിലധികം സമുന്നത നേതാക്കന്മാർക്കുള്ള ബന്ധം ആ റെയ്ഡിലൂടെ പുറത്തു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ശോഭ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഡെവലപ്പേഴ്സിന് തൃശ്ശൂര് വലിയൊരു തണ്ണീർത്തടം നികത്തി വലിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കാനുള്ള അനുവാദം ലഭിച്ചത് EP ജയരാജൻ എന്ന് പറഞ്ഞ നേതാവ്, CPM നേതാവ്, തൃശ്ശൂർ ജില്ലയിലെ CPM-ന്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണെന്നുള്ള ഓർത്തോണം. ആ കാലഘട്ടത്തിലാണ് ശോഭ ഡെവലപ്പേഴ്സ് അവിടെ വലിയ രമ്യ ഹർമ്മ്യം അവിടെ പണിതത്. അപ്പൊ ഇപ്പോ ഫാരീസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് നടത്തിയിട്ടുള്ള റെയ്ഡിൽ CPM-ന്റെ പല നേതാക്കന്മാർക്കും, ഒരാൾക്ക് മാത്രമല്ല പല നേതാക്കന്മാർക്കും അവിടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്കിപ്പോൾ ലഭിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടെന്ന്. ആ വെളിപ്പെടുത്തലുകളാണ് ഞാൻ ഇനി നടത്താൻ പോകുന്നത്. അതിലൊന്നാമത്തെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ഈ ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ വന്ന സമയമാണ്. നിങ്ങൾ അന്വേഷിച്ചറിയാം, ഇൻകം ടാക്സ് ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ വന്ന എപ്പോഴാണെന്നറിയാവോ? ഫാരീസ് അബൂബക്കർ ലണ്ടനിൽ പോയതിന് തൊട്ടു പിറകെ. ഫാരീസ് അബൂബക്കർ ലണ്ടനിൽ പോയി എന്ന് അറിഞ്ഞപ്പോഴാണ് അന്തം വിട്ട് ഇൻകം ടാക്സ് ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിലേക്ക് വന്നത്. അതിന് കാരണമായി പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇയാളുടെ വീട്ടിൽ റെയ്ഡിലെ വരാൻ അവർ ശ്രമിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടും കുടുക്കയും കമ്പ്യൂട്ടറും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഒരാൾ വീടിൻ്റെ പുറകെ മതിലിയാടി ഓടി എന്ന് ഒരു വിവരം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഇൻകം ടാക്സ് ഫാരീസ് അബൂബക്കർ ഇല്ലാത്ത സമയത്ത് ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ വിവരം. ഇനി രണ്ടാമത്തെ വിവരം ഞാൻ പറയാം. ആ രണ്ടാമത്തെ വിവരം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സമുന്നത നേതാവിൻ്റെ മകൾക്ക്, ആ സമുന്നത നേതാവിൻ്റെ മകൾക്ക് എന്ന് പറയുമ്പം അനിലിന് അറിയാലോ ആ സമുന്നത നേതാവ് ആരായിരിക്കുമെന്ന്. ആ നേതാവിൻ്റെ മകൾക്ക് ഫാരീസ് അബൂബക്കർ കോടിക്കണക്കിന് രൂപ ഗൾഫിൽ വെച്ച് കൈമാറിയതിൻ്റെ രേഖകൾ ഇൻകം ടാക്സിന് ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തൽ. ആ നേതാവിൻ്റെ മകൾ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വേണേ ഒരു കാര്യം കൂടെ പറയാം. ആ മകൾക്ക് ഒരു സഹോദരനും കൂടി ഉണ്ട്. ആ അച്ഛന് 2 മക്കളാണുള്ളത്. അതായത് 2 പേരിൽ മൂത്തയാളാണ് ഈ മകള്, താഴെ ഒരു സഹോദരനും കൂടെ ഉണ്ട്. അപ്പം ആ സമുന്നത നേതാവ് ആരാണെന്ന് മനസ്സിലായല്ലോ. ആ മകൾക്ക് ഗൾഫിൽ വെച്ച് ഇയാൾ കോടിക്കണക്കിന് രൂപ കൈമാറിയതിൻ്റെ രേഖകൾ ഈ ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് ഇൻകം ടാക്സ് കിട്ടി എന്നുള്ളതാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. ഇനി മൂന്നാമത്തെ വെളിപ്പെടുത്തൽ കേട്ടോളൂ. ദുബായിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടുത്തെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഗ്രീൻസ് എന്നോ മെഡോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ട്. അതായത് ദുബായിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഗ്രീൻസ് മെഡോസ് എന്നൊക്കെ പറയുന്നത്. അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ സമുന്നത നേതാവിന് ആരാണെന്നുള്ളത് അനിലിന്റെ ചിരി കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഒരാൾ തന്നെ. അയാളുടെ മകൾക്കും മകനും ഓരോ ഫ്ലാറ്റുകൾ അവിടെ ഉള്ളതായും ആ ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള പണം അവിടെ കൈമാറിയത് ഫാരീസ് അബൂബക്കർ ആണെന്നുള്ള വിവരം ഇൻകം ടാക്സിന് കിട്ടി എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തൽ. ഇനി അടുത്തൊരു വെളിപ്പെടുത്തൽ, എനിക്ക് തോന്നുന്നു 4ാമത്തെ വെളിപ്പെടുത്തലാണെന്നാണ് എനിക്ക് ഓർമ്മ. ഈ 4ാമത്തെ വെളിപ്പെടുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ സമുന്നതനായ നേതാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ മകനും
വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചെലവഴിക്കാനുള്ള പണം മുഴുവൻ ഫാരീസ് അബൂബക്കറാണ് കൊടുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരവും ഇൻകം ടാക്സിന് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടുന്ന് പോകുമ്പോൾ ഈ മകൻ്റെയിലും മകളയിലും ഒക്കെ ചിലപ്പോൾ ഒരു $100 ഒരു ഈ പറഞ്ഞ പോലെ ഒരു 10,000 രൂപയൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. അപ്പോൾ അവരുടെ പാവങ്ങൾ അവരുടെ അത്രേ ഉള്ളൂ. ആ പണവും കൊണ്ടാണ് ഇവർ നേരെ അമേരിക്കയിലോട്ടും ഇവർ നേരെ ഇംഗ്ലണ്ടിലോട്ടും ഗൾഫിലേക്കൊക്കെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ വിവാദ വ്യവസായി അവർക്ക് ആവശ്യമുള്ള ഡോളർ വല്ല ക്രെഡിറ്റ് കാർഡിലോ ഒക്കെ ആയിട്ട് ഇവരുടെ കയ്യിലോട്ട് കൊടുക്കും, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കും. ആ പണമാണ് അവരവിടെ ഈ ഡയമണ്ടും നെക്ലേസും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവര് അവിടെ ചെലവഴിക്കുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം മുഴുവൻ ഈ വിവാദ വ്യവസായിയാണ് കൊടുത്തെന്നുള്ള വിവരവും ഇൻകം ടാക്സിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തൽ. ഇനി ഒരു രസകരമായ വെളിപ്പെടുത്തലും കൂടെ നടത്തിയിട്ട് ഞാനത് അവസാനിപ്പിച്ചോളാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേതാവിന്റെ ഭാര്യ വിദേശത്ത് പോയിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് 800 ഗ്രാം സ്വർണം കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് 800 ഗ്രാം സ്വർണം ഈ വനിത തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ബന്ധപ്പെട്ട ആള് പറഞ്ഞെന്താണെന്നറിയാവോ? ഇവരങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ 2 കൈയിലും 3 വള 4 വള മോതിരം മാലയൊക്കെ കാണും. ഇതെല്ലാം റോൾഡ് ഗോൾഡ് ആയിരിക്കും, അതായത് യഥാർത്ഥ ഗോൾഡ് അല്ലാത്ത റോൾഡ് ഗോൾഡ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇവിടെ പോകുമ്പോഴത്തേക്കും ഇവിടെ അത് കാണിക്കും, ഞാനിങ്ങനെ വള മാലയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഇതൊക്കെ റോൾഡ് ഗോൾഡ് ആണ്, ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് ഇവിടെ അവര് എയർപോർട്ടിൽ രേഖപ്പെടുത്തും. അപ്പം നിങ്ങൾ എത്ര ഇപ്പൊ 1 ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുപോയി, 1 ലക്ഷം രൂപ കൊണ്ടുപോയി ആ 1 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമില്ല. നിങ്ങൾ കുറച്ച് സ്വർണം കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ അവര് പറയുന്നു എൻ്റെ കയ്യിൽ 3 വള റോൾഡ് ഗോൾഡ്, ഇവിടെ 3 വള, പിന്നെ കുറെ കമ്മല്, കുറെ മാല, കുറെ മോതിരം, ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം റോൾഡ് ഗോൾഡ് ആണ്, ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനിത, ഒരു ഉന്നത CPM നേതാവിന്റെ ഭാര്യയാണ് ഈ വനിത. ആ വനിത ആരാണെന്നും അനിൽ നമ്പ്യാർക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ലേ? ആ വനിത ആരാണെന്നുള്ളത് നമ്മൾ പറയുന്ന ആൾ തന്നെയാണ് ആ വനിത. അവരങ്ങനെ 800 ഗ്രാമിന്റെ റോൾഡ് ഗോൾഡ് ആയിട്ടുള്ള പിന്നെ വളയും മാലയൊക്കെ അവിടെ കൊണ്ടുവന്നു. ചിരിക്കുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ വനിത അവിടെ കൊണ്ടുവന്നിട്ട് ഈ റോൾഡ് ഗോൾഡിന്റെ ഈ വളയും ഈ മാലയും ഈ കമ്മലും ഈ മോതിരം എല്ലാം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവരതിനു പകരം നല്ല തനി തങ്കത്തിന്റെ വളയും മാലയും പിന്നെ മോതിരവും കമ്മലും എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന സമയത്ത് എയർപോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയ റോൾഡ് ഗോൾഡാണ്, ഇത് റോൾഡ് ഗോൾഡ് ആണെന്നും പറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ 800 ഗ്രാം സ്വർണം ആ വനിത തിരിച്ചു കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇവര് ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് ഗൾഫിലേക്ക് ഒരു ബാഗ് കൊണ്ടുപോയപ്പോൾ അതിനകത്ത് ഡോളറാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെയൊക്കെ പുറകിൽ ഈ ഫാരീസ് അബൂബക്കറിന്റെ പങ്കുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഈ നേതാവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻസിയർ പ്രത്യേകിച്ച് വിദേശത്ത് ഈ ഫാരീസ് അബൂബക്കർ ആണെന്നുള്ള വിവരം ഇൻകം ടാക്സിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇനിയും അന്വേഷണം തുടരും. ഈ അന്വേഷണം നാളെ ഈ ഉന്നത നേതാവിൻ്റെ മകളിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഇത്തവണ ഞാൻ അവസാനിപ്പിക്കുന്നു.